സൈഡ് ഡ്രോപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലൈഫ് പ്രോസസ് ഇൻ പ്ലാന്റ്സ് എന്ന ചാപ്റ്ററിന്റെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യത്തെ ചാപ്റ്റർ നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ സെക്കൻഡ് പാർട്ടിലോട്ട് പോകാൻ. ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് എന്തായിരുന്നു? എങ്ങനെയാണ് പ്ലാന്റ്സ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്, എന്തൊക്കെയാണ് അതിന് വേണ്ടത് എന്നൊക്കെയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ നമ്മൾ പഠിച്ചതിന് ഒരുപാട് എക്സ്പെരിമെന്റ് ഒക്കെ കണ്ടു. നമ്മൾ പഠിച്ചപ്പോൾ എന്തൊക്കെ നമുക്ക് മനസ്സിലായി? പ്ലാന്റ്സിന് അതിന്റെ ഫുഡ് എന്താണ്? സ്റ്റാർച്ച് ആണ് അല്ലേ? അത് എവിടാണ് പ്രിപ്പയർ ചെയ്യുന്നത്? അതിന്റെ ലീഫിലാണ്. അതിന്റെ ഫുഡ് ഫാക്ടറി എന്നാണ് ലീഫിനെ അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് സൺലൈറ്റ് ആവശ്യമാണെന്ന് മനസ്സിലായി. അതുപോലെ ക്ലോറോഫിൽ വളരെ ആവശ്യമാണെന്ന് മനസ്സിലായി. ഇനി എന്താണ് നമുക്ക് നോക്കേണ്ടത്? റോൾ ഓഫ് എയർ ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് ഫുഡ്. നമുക്ക് ആ പ്രിപ്പറേഷന് എയറിന്റെ റോൾ എന്താണെന്നാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. നമുക്ക് ഈ കുട്ടികളുടെ ഡൗട്ട് ഒന്ന് നോക്കാം. വൈൽ റീഡിംഗ് കോൺട്രിബ്യൂഷൻസ് ഓഫ് സയന്റിസ്റ്റ് ഇൻ പ്ലാന്റ് ന്യൂട്രീഷൻ, my sister told me that air plays a role in the process of food preparation in plants. എയർ എന്താണ്? പ്രിപ്പറേഷൻ ഓഫ് പ്ലാന്റ്സിന്റെ ഫുഡ് പ്രിപ്പറേഷനകത്ത് എയറിന് ഒരു പങ്കുണ്ടെന്ന് അവന്റെ സിസ്റ്റർ പറഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ വിച്ച് ഗ്യാസ് ഫ്രം ദ എയർ ഈസ് എസെൻഷ്യൽ ഇൻ ദ പ്രോസസ് ഓഫ് ഫുഡ് പ്രിപ്പറേഷൻ ഇൻ പ്ലാന്റ്സ്? ഇതിന്റെ ആൻസർ നിങ്ങൾക്കൊന്ന് കമന്റ് ചെയ്യാവോ? ഏത് ഗ്യാസ് ആണ് നമുക്ക് പ്ലാന്റ്സിന് ഫുഡ് പ്രിപ്പറേഷന് ആവശ്യമായിട്ടുള്ളത്? ഓക്കെ, നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ ഈ ഇത്രയും ഭാഗം കേട്ടിട്ട് നിങ്ങൾ ജസ്റ്റ് കമന്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പൊ ഇതിന് നമുക്ക് എന്ത് വേണം? ആക്ടിവിറ്റി ചെയ്ത് നോക്കണം. അപ്പൊ ആക്ടിവിറ്റിയിലോട്ട് പോകാം. ഈ ആക്ടിവിറ്റി നമുക്ക് ടീച്ചറിന്റെ കൂടെ നിന്ന് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. കാരണം നമ്മൾ ഇതിനകത്ത് കോസ്റ്റിക് സോഡ എന്ന് പറഞ്ഞ ഒരു സ്ട്രോങ് കെമിക്കൽ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് വീട്ടിലൊന്നും നിങ്ങൾ ചെയ്യേണ്ട. നമുക്ക് ടീച്ചറിന്റെ കൂടെ നിന്ന് വേണം ചെയ്യാൻ. ജസ്റ്റ് നിങ്ങൾ ഈ ഒരു എക്സ്പെരിമെന്റ് എന്താണെന്ന് പഠിക്കാം. അപ്പൊ ഈ എക്സ്പെരിമെന്റിന് വേണ്ടത് നമുക്ക് ഈ ഒരു സെറ്റപ്പ് ആണ്. അപ്പൊ ഈ സെറ്റപ്പിന് നമുക്ക് എന്തൊക്കെ വേണം? ഒരു വൈഡ് മൗത്ത് ഉള്ള ഒരു ബോട്ടിൽ വേണം. എന്നിട്ട് അതിനകത്ത് ഒരു കോർക്ക് വെച്ച് അടയ്ക്കണം. ആ കോർക്കിനകത്തൂടെ ഒരു ലീഫിന് കയറാൻ പറ്റുന്ന രീതിയിലത്തെ ഒരു കോർക്കായിരിക്കണം എടുക്കേണ്ടത്. പിന്നെ നമുക്കിപ്പോൾ ആദ്യം തന്നെ വേണ്ടത് എന്താണ്? ഒരു പോട്ടഡ് പ്ലാന്റ് ആണ് കേട്ടോ. എന്നിട്ട് ഈ പ്ലാന്റിന് നമ്മൾ കീപ്പ് ഇൻ ദ ഡാർക്ക് ഫോർ 2-3 ഡേയ്സ് നമ്മൾ എന്ത് ചെയ്യണം? ഡാർക്കിൽ വെക്കണം. എന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ ഓൾറെഡി ഇത് വെളിയിലിരിക്കുന്ന ചെടിയാണ്. അപ്പൊ അതിനകത്ത് എന്താണ്? സ്റ്റാർച്ച് ഫോർമേഷൻ നടന്നിട്ടുണ്ടാവും അല്ലെ? അപ്പൊ നമുക്ക് എന്ത് വേണം? ഇതിനെ ഒന്ന് ഡീസ്റ്റാർച്ച് ചെയ്യണം. അതായത് ആ സ്റ്റാർച്ചിനെ ഒന്ന് കളഞ്ഞിട്ട് വേണം നമുക്ക് എടുക്കാൻ. എന്നാലല്ലേ നമുക്ക് ആ ഒരു ലീഫിൽ സ്റ്റാർച്ച് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണ്ടേ? അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, then locate one leaf of this plant for this experiment. ഏതെങ്കിലും ഒരു ലീഫ് നിങ്ങൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യണം? ആ ഒരു ലീഫിനെ ഈ ഒരു മൗത്ത് കുറച്ച് വലിയ മൗത്ത് ഉള്ള ഒരു ബോട്ടിൽ എടുക്കുക. അതിലേക്ക് ഇങ്ങനെ വെക്കുക. അതായത് പകുതി ഇല ആ ബോട്ടിലിനകത്തും ആയിരിക്കണം, പകുതി പുറത്തും ആയിരിക്കണം. ഇനി ഈ ബോട്ടിലിനകത്ത് എന്താണ് നമ്മൾ എടുക്കുന്നത്? നമ്മൾ എടുക്കുന്ന കെമിക്കലാണ് കോസ്റ്റിക് സോഡ. അതായത് സോഡിയം ഹൈഡ്രോക്സൈഡ് ഉണ്ടായിരിക്കണം ഈ ഒരു ബോട്ടിലിനകത്ത്. ക്ലിയർ ആയോ പറയുന്നത്? ഓക്കെ, അപ്പൊ എന്തിനാണ് നമ്മൾ കോസ്റ്റിക് സോഡ ഈ ബോട്ടിലിനകത്ത് എടുത്തിട്ട് ഹാഫ് ഇലയിനകത്ത് വെക്കുന്നത്? ഈ കോസ്റ്റിക് സോഡയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താണ്? കോസ്റ്റിക് സോഡ അബ്സോർബ് കാർബൺ ഡൈ ഓക്സൈഡ് ഫ്രം ദ എയർ. എയറിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ അബ്സോർബ് ചെയ്ത് അങ്ങ് കളയും. ആര്? ഈ കോസ്റ്റിക് സോഡ. അപ്പൊ സെറ്റപ്പ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടല്ലോ. ഓക്കെ, ഇനി എന്താണ് എക്സ്പെരിമെന്റ്? ഈ ഒരു പ്ലാന്റ്സിന് ഈ ഒരു സെറ്റപ്പ് അതുപോലെ തന്നെ നമ്മൾ എവിടെ വെക്കണം? നമ്മൾ സൺലൈറ്റിന്റെ പ്രസൻസിൽ വെക്കണം. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, അങ്ങനെ നമ്മൾ ഇത് സൺലൈറ്റിന്റെ പ്രസൻസിൽ വെക്കുമ്പോൾ ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് ഈ ഒരു ലീഫാണ് അല്ലെ? ഈ ഒരു ലീഫ് മാത്രമാണ് നമ്മളിപ്പോൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ആ ലീഫിന്റെ അകത്ത്, അതായത് ബോട്ടിലിനകത്തുള്ള ഭാഗവും ബോട്ടിലിന് പുറത്തുള്ള ഭാഗത്തും എന്താണ് ഡിഫറൻസ് വരുന്നത് എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അതായത് നമുക്ക് വേണ്ടത് എന്താണ്? സ്റ്റാർച്ച് അവിടെ ഫോം ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം. അങ്ങനെ സ്റ്റാർച്ച് ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ എയർ, അതായത് ഗ്യാസ്, ഒരു എയറിനൊരു ഇതുണ്ടെന്ന് പറഞ്ഞല്ലോ അല്ലെ? എയറിനൊരു റോൾ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ആ എയറിന്റെ റോള് മനസ്സിലാക്കാനാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, അപ്പോ നമുക്ക് ആദ്യം തന്നെ ഈ ടേബിൾ ഒന്ന് നോക്കണം. അതായത് പാർട്ട് ഓഫ് ദ ലീഫ് ഇൻസൈഡ് ദ ബോട്ടിൽ. ഇൻസൈഡ് ദ ബോട്ടിലിനകത്തുള്ള, അതായത് ബോട്ടിലിനകത്തുള്ള ആ ലീഫിന്റെ പാർട്ടിന് എന്തൊക്കെ അവൈലബിലിറ്റി ഉണ്ടെന്ന് നോക്കണം. വാട്ടർ ഉണ്ടോ? ഉണ്ടല്ലേ? വാട്ടർ ഉണ്ട്. കാരണം നമ്മൾ വാട്ടർ എന്താണ്? വാട്ടർ നമ്മുടെ റൂട്ടാണ് വലിച്ചെടുക്കുന്നത്. വലിച്ചെടുത്ത എല്ലാ ലീഫിലും അതിന്റെ സ്റ്റെമ്മിലും എല്ലാം കൊടുക്കുന്നത് ആരാണ്? റൂട്ടാണ്. അപ്പൊ വാട്ടർ ഉണ്ട് അല്ലെ? സൺലൈറ്റ് കിട്ടുന്നുണ്ട്. അത് നമ്മൾ കണ്ടു. സൺലൈറ്റിന്റെ അടുത്താണ് നമ്മൾ വെച്ചിരിക്കുന്നത്.
ഓക്കെ. ഇനി ക്ലോറോഫിൽ ഉണ്ടോ? ഉണ്ട്. ഗ്രീൻ ലീഫ് ക്ലോറോഫിൽ ഉണ്ട്, അതും ഓക്കെ ആണ്. എന്നാൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടോ? കാർബൺ ഡൈ ഓക്സൈഡ് ഇല്ല. അതെന്തുകൊണ്ടാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഇല്ലാത്തത്? നമ്മൾ ഒരു കോസ്റ്റിക് സോഡ എന്ന് പറഞ്ഞ ഒരു കെമിക്കൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ബോട്ടിലിനകത്ത്, അല്ലെ? അപ്പൊ ആ ബോട്ടിലിനകത്ത് കോസ്റ്റിക് സോഡയുടെ പ്രത്യേകത എന്താണെന്നാണ് ഞാൻ പറഞ്ഞത്. അവിടെയുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ അബ്സോർബ് ചെയ്യും. അപ്പൊ ഈ ബോട്ടിലിനകത്ത്, ആ എയറിനകത്തുള്ള ബോട്ടിലിനകത്ത് എയർ ഉണ്ടല്ലോ, അതിൽ എന്ത് ചെയ്യും? കാർബൺ ഡൈ ഓക്സൈഡിനെ മൊത്തം തന്നെ ഈ കോസ്റ്റിക് സോഡ അബ്സോർബ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഈ ലീഫിന് കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടുവോ? ഇല്ല. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ. ഇനി അടുത്ത നമുക്ക് നോക്കാം. പുറത്തുള്ള ഔട്ട്സൈഡ് ഉള്ള ആ ലീഫിന്റെ പാർട്ടിന് എന്തൊക്കെയുണ്ട്? വാട്ടർ ഉണ്ട്, സൺലൈറ്റ് ഉണ്ട്, ക്ലോറോഫിൽ ഉണ്ട്, അതുപോലെ തന്നെ എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടും. എയറിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡും കിട്ടും, അല്ലെ? ഇനി നമുക്ക് എന്താണ് വേണ്ടത്? സ്റ്റാർച്ച് ഉണ്ടായിട്ടുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ സ്റ്റാർച്ച് ഉണ്ടായിട്ടുണ്ടോ എന്ന് നോക്കാൻ നമ്മൾ അയഡിൻ ടെസ്റ്റ് ആണ് നടത്തുന്നത്, അല്ലെ? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അയഡിൻ ടെസ്റ്റ് നടത്തുമ്പോൾ ഏത് കളർ ചേഞ്ച് വരണം? സ്റ്റാർച്ച് ഉണ്ടെങ്കിൽ ബ്ലൂ ബ്ലാക്ക് കളർ ഉണ്ടാവണം, അല്ലെ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. ഒബ്സർവ് ചെയ്ത് ഈ ലീഫ് എടുത്തപ്പോൾ, നമ്മൾ അയഡിൻ ടെസ്റ്റ് കഴിഞ്ഞപ്പോൾ ഇങ്ങനെയാണ് ലീഫ് ഇരിക്കുന്നത്. അതായത് ബോട്ടിലിനകത്തിരിക്കുന്ന ഭാഗത്തിൽ ബ്ലൂ ബ്ലാക്ക് കളർ വന്നിട്ടില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? അവിടെ സ്റ്റാർച്ച് ഉണ്ടായിട്ടില്ല. അതേസമയം പുറത്തിരിക്കുന്ന ആൾക്ക്, അതായത് നമ്മുടെ സൺലൈറ്റ് ഉണ്ട്, വാട്ടർ ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, ക്ലോറോഫിൽ ഉണ്ട്, അങ്ങനെയുള്ള ആ ഭാഗത്തിന് എന്തുണ്ട്? സ്റ്റാർച്ച് ഉണ്ടായിട്ടുണ്ട്. അവിടെ ബ്ലൂ ബ്ലാക്ക് കളർ ഉണ്ടായിട്ടുണ്ട്. ക്ലിയർ? മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? അപ്പൊ അതാണ് ഇവിടെ. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? സ്റ്റാർച്ച് ഉണ്ടാവണമെങ്കിൽ ഒരാളും കൂടെ ആവശ്യമുണ്ട്. എന്ത്? കാർബൺ ഡൈ ഓക്സൈഡ്. നോക്കിക്കേ, ഇവിടെ ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മിസ്സായത്, അല്ലെ? ആ കോസ്റ്റിക് സോഡ കാരണം കാർബൺ ഡൈ ഓക്സൈഡ് മാത്രം മിസ്സായി. പക്ഷെ അവിടെ എന്തുണ്ടായില്ല? ഫുഡ് ഉണ്ടായില്ല. അതേസമയം ഈ കാർബൺ ഡൈ ഓക്സൈഡും കൂടെ വന്നപ്പോൾ ഇവിടെ എന്ത് കിട്ടി? അവിടെ സ്റ്റാർച്ച് ഫോം ചെയ്തു. അപ്പൊ ഇതിൽ നിന്ന് എന്ത് നിങ്ങൾക്ക് മനസ്സിലായി? ബേസ്ഡ് ഓൺ അവർ ലേണിംഗ് സോ ഫാർ വി ഹാവ് ഫൗണ്ട് ദാറ്റ് എന്തൊക്കെ വേണം? സൺലൈറ്റ് വേണം, വാട്ടർ വേണം, ക്ലോറോഫിൽ വേണം, അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡും വേണം. ദീസ് ആർ എസെൻഷ്യൽ ഫോർ ദ സിന്തസിസ് ഓഫ് ഫുഡ് ഇൻ ദ പ്ലാന്റ്സ്. ക്ലിയർ ആവുന്നുണ്ടോ പറയുന്നത്? ഓക്കെ. അപ്പൊ നമ്മൾ ഇതിന്റെ എല്ലാ എക്സ്പെരിമെന്റ് നടത്തിയപ്പോൾ നമുക്ക് മനസ്സിലായി, ഇത്ര ആൾക്കാരുണ്ടെങ്കിൽ മാത്രമേ അവിടെ എന്തുണ്ടാവുള്ളൂ? ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൽ ഏതെങ്കിലും ഒരാൾ മിസ്സായാൽ എന്താണ് സംഭവിക്കുന്നത്? അവിടെ ഫുഡ്, അതായത് നമ്മുടെ ആ ഒരു പ്ലാന്റ്സിന് സ്റ്റാർച്ച് പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. ക്ലിയർ ആവുന്നുണ്ടോ പറയുന്നത്? ഇപ്പൊ നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആൻസർ കിട്ടിയല്ലോ. എയറിലുള്ള ഏത് ഗ്യാസ് ആണ് പ്ലാന്റ്സ് യൂസ് ചെയ്യുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ് യൂസ് ചെയ്യുന്നത്. This process by which plants prepare food in the presence of sunlight and chlorophyll is called photosynthesis. അപ്പൊ നമുക്ക് ഈ ഒരു പ്രിപ്പറേഷൻ, ഫുഡ് പ്ലാന്റ് പ്രിപ്പയർ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരെന്താണ്? ഫോട്ടോസിന്തസിസ്. A leaf is the primary site for photosynthesis. അത് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു, അല്ലെ? ലീഫ് എന്ന് പറയുന്നതാണ് ഫോട്ടോസിന്തസിസിന്റെ പ്രൈമറി സൈറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ലീഫിനെ നമ്മൾ എന്താണ് വിളിച്ചിരിക്കുന്നത്? ഫുഡ് ഫാക്ടറി എന്നാണ് നമ്മൾ പറയുന്നത്. ഈ ലീഫ് മാത്രമാണോ ഫോട്ടോസിന്തസിസിൽ പങ്കെടുക്കുന്നത്? അല്ല. നമ്മുടെ ഗ്രീൻ പാർട്സ്, ബാക്കി ഗ്രീൻ പാർട്സുകളും അതിനകത്തും എന്തുണ്ട്? നമ്മുടെ ക്ലോറോഫിൽ ഉണ്ട്. അതും എന്ത് ചെയ്യുന്നുണ്ട്? ഫോട്ടോസിന്തസിസിൽ പെർഫോം ചെയ്യുന്നുണ്ട്. ക്ലിയർ ആവുന്നുണ്ടോ? ഇനി നമ്മളിപ്പോ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു, അല്ലെ? സൺലൈറ്റിന്റെ പ്രസൻസിൽ, അതുപോലെ വാട്ടറും വേണം, ക്ലോറോഫിലും വേണം, കാർബൺ ഡൈ ഓക്സൈഡ്, ഇതിന്റെ എല്ലാം പ്രസൻസിൽ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന പ്രോസസ്സാണ് ഫോട്ടോസിന്തസിസ് എന്നൊക്കെ നമ്മൾ പഠിച്ചു. എന്നാൽ നമ്മുടെ ഈ ഒരു പ്ലാന്റ് എല്ലാം ഇങ്ങോട്ട്, അതായത് ഇങ്ങോട്ട് അബ്സോർബ് ചെയ്യുക മാത്രമാണോ ചെയ്യുന്നത്? എന്തെങ്കിലും പുറത്തേക്ക് റിലീസ് ചെയ്യുന്നുണ്ടോ ഈ ഫോട്ടോസിന്തസിസ് ചെയ്യുമ്പോൾ? ഇപ്പൊ നമ്മൾ കണ്ടു, കാർബൺ ഡൈ ഓക്സൈഡിനെ അബ്സോർബ് ചെയ്യുന്നു, സൺലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്നു എന്നൊക്കെ നമ്മൾ പഠിച്ചു, അല്ലെ? എന്തെങ്കിലും റിലീസ് ചെയ്യുന്നുണ്ടോ? അതിന് നമുക്കൊരു എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മുടെ ബർക്ക ദീദി ഒരു എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കുകയാണ്. ഈ ബർക്ക ദീദിക്കൊന്നും ഒരു പണിയില്ല, അല്ലെ? അതുകൊണ്ടല്ലേ നമുക്ക് ഇതൊക്കെ പഠിക്കേണ്ട വന്നത്. അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട, നമുക്ക് ഇത് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഓക്കെ. അപ്പൊ നമ്മുടെ ബർക്ക ദീദിയുടെ എക്സ്പെരിമെന്റ് നമുക്ക് നോക്കാം. എന്താണ് എക്സ്പെരിമെന്റ്? ആ കുട്ടി എന്ത് ചെയ്തു? 2 വാട്ടർ പ്ലാന്റ്സ് എടുത്തു. എന്നിട്ട് ഇതുപോലൊരു സെറ്റപ്പ് ആക്കി. അതായത് വാട്ടർ പ്ലാന്റ്സ് എടുത്തിട്ട് ഒരു ഫണൽ, ഇതാണ് ഫണൽ കേട്ടോ. അതിങ്ങനെ അതിനെ തിരിച്ചു വെച്ചിട്ട് അതിന് മുകളിൽ അതുപോലെ തന്നെ ഒരു ഇൻവേർട്ടഡ് ആയിട്ട് ഒരു ടെസ്റ്റ് ട്യൂബും വെച്ചിട്ടുണ്ട്. ഇനി എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് നോക്കാം.
ഒരു സെറ്റപ്പ് എവിടെ വെച്ചു? അത് നമ്മുടെ ആ ഒരു സൺലൈറ്റിന്റെ പ്രസൻസിൽ വെച്ചു. ഒന്ന് നമ്മൾ എപ്പോഴും വെക്കുന്നത് പോലെ ഡാർക്ക് സൈഡിലും വെച്ചു. ഇനി എന്താണ് ഒബ്സർവേഷൻ നമുക്ക് നോക്കാം. ഇവിടെ എന്ത് കണ്ടെന്നറിയാമോ? നമ്മുടെ ഈ സൺലൈറ്റിൽ വെച്ചിരിക്കുന്ന ഈ ഒരു സെറ്റപ്പില് നമ്മുടെ ഇവിടെ കണ്ടോ, ഈ ഒരു ടെസ്റ്റ് ട്യൂബ് ഇൻവേർട്ടഡ് ആയിട്ട് വെച്ചിട്ടില്ലേ, അവിടെ ബബിൾസ് വരുന്നതായിട്ട് കണ്ടു. എന്നാല് ഡാർക്ക് സൈഡിലുള്ള ആ ഒരു ഭാഗത്ത് ബബിൾസ് വരുന്നതായിട്ട് കാണുന്നില്ല. അപ്പൊ ഇവിടെ എന്താണ് സംഭവിച്ചത്? ഇവിടെ ഫോട്ടോസിന്തസിസ് നടന്നു എന്ന് നിങ്ങൾക്ക് അറിയാം അല്ലെ? കാരണം അവിടെ എല്ലാം ഉണ്ട്, സൺലൈറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പൊ ഇവിടെ ഫോട്ടോസിന്തസിസ് നടന്നിട്ടുണ്ട്. എന്തായാലും ഡാർക്കിൽ വെച്ചാൽ എന്താണ്? ഫോട്ടോസിന്തസിസ് നടക്കില്ല. അപ്പോൾ ഫോട്ടോസിന്തസിസ് നടന്നപ്പോൾ ഇവിടെ ബബിൾസ് ഫോം ചെയ്തു. അപ്പൊ ആ ബബിൾസ് ഫോം ചെയ്തപ്പോൾ അവിടെ എന്തോ ഒന്ന് പുറത്തേക്ക് വന്നിട്ടുണ്ട്, ഒരു ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. ഇനി അത് ഏത് ഗ്യാസ് ആണ് എന്ന് എങ്ങനെ മനസ്സിലാക്കും? അതിനും നമ്മുടെ ദീദിയുടെ കയ്യിൽ കുറച്ച് ഐഡിയ ഉണ്ട്. എന്താണെന്ന് അറിയാമോ? ഈ ബബിള് വന്ന ആ ഒരു ടെസ്റ്റ് ട്യൂബ് പയ്യെ ആ ഒരു തമ്പ് കൊണ്ട് അടച്ചു വെച്ച് പയ്യെ പുറത്തെടുത്തിട്ട് എന്ത് ചെയ്തു? അതിന്റെ ആ ഒരു വായുടെ ഭാഗത്തായിട്ട് ഒരു മാച്ച് സ്റ്റിക്ക് കത്തിച്ചു വെച്ചു. അങ്ങനെ കത്തിച്ചു വെച്ചപ്പോൾ ഈ പുറത്തേക്ക് വന്ന ആ ഗ്യാസിന്റെ ആ ഒരു എഫക്റ്റില് ആ ഒരു ഫ്ലെയിം എന്തായി? കുറച്ചുകൂടെ നന്നായിട്ട് കത്താൻ തുടങ്ങി. നന്നായിട്ട് കത്താൻ ഹെൽപ്പ് ചെയ്യുന്ന ആ ഒരു ഗ്യാസ് ഏതാ നിങ്ങൾക്കറിയാമോ? ആ ഗ്യാസ് ആണ് ഓക്സിജൻ. എന്താണ്? ഓക്സിജൻ. അങ്ങനെ മനസ്സിലാക്കി. എന്ത് മനസ്സിലാക്കി? ദ ഗ്യാസ് ഇൻ ദ ടെസ്റ്റ് ട്യൂബ് ഈസ് റിച്ച് ഇൻ ഓക്സിജൻ. ഓക്സിജൻ ആണ് നമുക്ക് അവിടെ കിട്ടിയത്. ആ ബബിള് പോലെ നമുക്ക് കിട്ടിയത് ഓക്സിജൻ ആണ്. ഇറ്റ് ഇൻഡിക്കേറ്റ് ദാറ്റ് ഓക്സിജൻ ഈസ് റിലീസ്ഡ് ഡ്യൂറിംഗ് ദ പ്രോസസ് ഓഫ് ഫോട്ടോസിന്തസിസ്. അപ്പൊ ഫോട്ടോസിന്തസിസിൽ കാർബൺ ഡൈ ഓക്സൈഡിനെ അബ്സോർബ് ചെയ്യുന്നത് പോലെ എന്തിനെ റിലീസ് ചെയ്യുന്നുണ്ട്? ഓക്സിജനെ റിലീസ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഓൾസോ ഇൻഡിക്കേറ്റ് ദാറ്റ് ഫോട്ടോസിന്തസിസ് ഒക്കേഴ്സ് ഇൻ ദ പ്രസൻസ് ഓഫ് സൺലൈറ്റ്. അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഇവിടെ എന്തും കൂടെ മനസ്സിലാക്കാം, സൺലൈറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഫോട്ടോസിന്തസിസ് നടക്കുകയുള്ളൂ എന്ന് മനസ്സിലായി. അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി, നമുക്ക് ഫോട്ടോസിന്തസിസ് വഴി ഓക്സിജൻ ലഭിക്കുമെന്ന് മനസ്സിലായി. ക്ലിയർ ആയോ? അപ്പൊ നമുക്ക് എന്താണ് ഫോട്ടോസിന്തസിസ് എന്ന് നമുക്കൊന്ന് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാം. അപ്പൊ ആദ്യം തന്നെ ഇതങ്ങ് പഠിപ്പിച്ചാൽ മതിയായിരുന്നല്ലോ എന്ന് ചിന്തിക്കരുത്. കാരണം നമ്മൾ ഇത്രയും എക്സ്പെരിമെന്റ് ചെയ്ത് വന്നാൽ മാത്രമേ നമ്മുടെ മനസ്സിൽ അത് കറക്റ്റ് ആയിട്ട്, അല്ലെ? എന്താ നിങ്ങൾക്ക് തന്നെ ഡൗട്ട് വരില്ലേ? വെറുതെ ഞാൻ അങ്ങ് കാർബൺ ഡൈ ഓക്സൈഡ് വേണം, ഓക്സിജൻ പുറത്തേക്ക് പോകുന്നു, സൺലൈറ്റ് വേണം എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് എന്താണെന്ന് ഡൗട്ട് വരില്ലേ? ഇപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. ഓക്കെ, നമുക്കപ്പോ ഫോട്ടോസിന്തസിസ് എന്താണെന്ന് നമുക്ക് നോക്കാം. We know that water, sunlight, carbon dioxide from the air and chlorophyll are necessary to carry out the process of photosynthesis that produce കാർബോഹൈഡ്രേറ്റ്. അല്ലെ? കാർബോഹൈഡ്രേറ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് കാർബോഹൈഡ്രേറ്റ് തന്നെയാണ് ഗ്ലൂക്കോസ്. ഓക്കെ, during the photosynthesis food is actually produced in the form of glucose, a simple carbohydrate. ഒരു സിമ്പിൾ കാർബോഹൈഡ്രേറ്റ് ആയിട്ടുള്ള ഗ്ലൂക്കോസിന്റെ ഫോമിലാണ് അവർ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ എന്താണ് സ്റ്റാർച്ച് എന്ന് പറയുന്നത്? ഈ ഗ്ലൂക്കോസ് നോട്ട് ഓൺലി സെർവ് ആസ് എ ഇൻസ്റ്റന്റ് സോഴ്സ് ഓഫ് എനർജി ബട്ട് ഓൾസോ ലേറ്റർ ഗെറ്റ് കൺവേർട്ടഡ് ഇൻ ടു സ്റ്റാർച്ച് ഫോർ ദ സ്റ്റോറേജ്. അവർ ഇത് അവരുടെ വളർച്ചയ്ക്ക് എടുക്കുകയും ചെയ്യും. ബാക്കിയുള്ളത് എന്താണ്? സ്റ്റോർ ചെയ്ത് വെക്കും. ഏത് ഫോമിലാണ് അതിനെ കൺവേർട്ട് ചെയ്യുന്നത്? നമ്മുടെ സ്റ്റാർച്ച് എന്ന ഫോമിലാണ് അത് ആ ഒരു ഫുഡിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഓക്കെ, ഇനി ഫോട്ടോസിന്തസിസിന്റെ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കുക കേട്ടോ. ഇതുണ്ടെങ്കിൽ ഈ വെച്ചിട്ട് നിങ്ങൾക്ക് സെന്റൻസ് എഴുതിയാലും മതി. ക്ലിയർ? അപ്പോൾ ഈ ഒരു സെന്റൻസ്, ഈ ഒരു ഇക്വേഷൻ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കണം. കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ഇൻ ദ പ്രസൻസ് ഓഫ് സൺലൈറ്റ് ആൻഡ് ക്ലോറോഫിൽ നമുക്ക് എന്ത് കിട്ടുന്നു? ഗ്ലൂക്കോസ് പ്ലസ് ഓക്സിജൻ. ഓക്സിജന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, അതെ, നമുക്ക് ഓക്സിജനും ഇത് റിലീസ് ചെയ്യുന്നുണ്ട്. ക്ലിയർ? അതുകൊണ്ടാണ് നമ്മൾ ഈ മരത്തിന്റെ അടിയിലൊക്കെ പോയാൽ നമുക്ക് ശുദ്ധമായുള്ള ഓക്സിജൻ കിട്ടുമെന്ന് പറയുന്നത്. അപ്പൊ ഇന്നത്തേക്ക് ഇത്രയും മതി. ഫോട്ടോസിന്തസിസ് നന്നായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം, നന്നായിട്ട് പഠിക്കുകയും വേണം കേട്ടോ. അപ്പൊ ഈ 2 പാർട്ടും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി ഫോട്ടോസിന്തസിസിനെ പറ്റി യാതൊരു രീതിയിലുള്ള ഡൗട്ടും വരില്ല. അതുപോലെ ആര് ചോദിച്ചാലും നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനും സാധിക്കും. ക്ലിയർ ആയല്ലോ? ഓക്കെ, താങ്ക് യു.